നമസ്കാരം. തകിടുകൾ, ഏലസുകൾ, ഉറുക്കുകൾ ദീർഘകാലം ധരിക്കരുത്. പറയാൻ എന്താണ് കാരണമെന്ന് ഇവിടം വിവരിക്കുന്നു. സമ്പത്തിനെ ആഗ്രഹിക്കാൻ പാടില്ല എന്ന് പറയുന്നത് പരമവിഡ്ഢിത്തമാണ്. എന്നാൽ ഏലസുകൾ ധരിച്ച് കോടീശ്വരനാകാമെന്ന് കരുതുന്നത് അതിലും പരമവിഡ്ഢിത്തമാണ്. ഏലസ് എന്നാൽ പ്രപഞ്ച സൃഷ്ടിയുടെ ആദ്യ ശബ്ദങ്ങൾ മുതൽ ഉപാസന ദേവതയുടെ ചൈതന്യം വരെ ഉൾക്കൊള്ളുന്ന കമനീയ രൂപങ്ങളാണ് ഉറുക്കുകൾ. അതിസൂക്ഷ്മവും അതിശക്തവുമായ മന്ത്രങ്ങളാൽ ബന്ധിതമാണ് ഇവ. ദൈവികമായ ശക്തി ആവാഹിക്കപ്പെട്ടിട്ടുള്ള ഈ ഏലസുകൾ ധരിക്കുന്നതിലൂടെ അപാരമായ ചൈതന്യം നമ്മളിലേക്ക് പകരുകയും അതുവഴി കാര്യസാധ്യപ്രാപ്തി കൈവരിക്കുകയും ചെയ്യുന്നു. ജീവൻ, പ്രാണൻ, ശക്തി, നേത്രം, ഗോത്രം, യന്ത്രഗായത്രി, മന്ത്രഗായത്രി, പ്രാണപുഷ്ട, ഭൂതബീജം, ദിക്പാലബീജം എന്നീ ഘടകങ്ങൾ ചേർന്നതാണ് തകിടുകളും ഏലസുകളും. നമ്മുടെ ഊർജ ശരീരത്തിൽ 144 ചക്രങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചക്രങ്ങളാണ് സഹസ്രാര ചക്രം, ആജ്ഞാചക്രം, വിശുദ്ധി ചക്രം, ഹൃദയചക്രം, അനാഹത ചക്രം, മണിപൂരകം, സ്വാധിഷ്ഠാനം, കണ്ഠചക്രം, മൂലാധാര ചക്രം. നമ്മുടെ ശരീരത്തിലെ ജീവശക്തി ശേഖരിച്ചു വെക്കുന്നതും ശാരീരിക മാനസിക വ്യാപാരങ്ങൾക്കാവശ്യമായവ പ്രസരണം ചെയ്യുന്നതും ഈ ചക്രങ്ങളാണ്. ശരീരത്തിൽ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നും 3 വിധത്തിലുണ്ട്. നമ്മുടെ ശരീരത്തിലെ ജീവശക്തി ശേഖരിച്ചു വെക്കുന്നതും ശാരീരിക മാനസിക വ്യാപാരങ്ങൾക്കാവശ്യമായ വിധം പ്രസരണം ചെയ്യുന്നതും ഈ ചക്രങ്ങളാണ്. നാം ഭക്ഷിക്കുന്ന സാധനങ്ങളെ നമ്മുടെ അറിവും ഉത്സാഹം കൂടാതെ തന്നെ രക്തമാക്കിയും മാംസ്യമാക്കിയും മലമൂത്രാദികളാക്കിയും ചെയ്യുന്ന ശക്തിയെ ശരീരത്തിലുള്ള ക്രിയാശക്തിയെന്നും നാം നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് വിഷയങ്ങളെ ഗ്രഹിക്കുമ്പോൾ ഉണ്ടാകുന്ന ജ്ഞാനത്തെ ജ്ഞാനശക്തിയെന്നും നാം നമ്മുടെ ഇച്ഛ പോലെ കർത്തവ്യങ്ങളെ ചെയ്യുന്ന ശക്തിക്ക് ഇച്ഛാശക്തിയെന്നും പറയുന്നു. ഈ 3 ശക്തിയുടെയും ആധാരഭൂമിയാണ് കുണ്ടലിനി ശക്തി. ശാസ്ത്രവിധി പ്രകാരം തയ്യാറാക്കുന്ന ഏലസുകളിൽ നിന്നുള്ള ഊർജം നമ്മുടെ ചക്രങ്ങളിൽ പ്രവേശിച്ച് നമുക്ക് കാര്യസാധ്യമുണ്ടാക്കുകയാണ് ചെയ്യുന്നത് ധരിച്ച ഉടനെ. ഈ ചക്രങ്ങളിൽ പ്രവേശിക്കാൻ തക്കമുള്ള ആഗീകരണ ശക്തിയുള്ള ചെമ്പ് തകിട്, വെള്ളിത്തകിട്, സ്വർണ്ണത്തകിടുകളാണ് യന്ത്രങ്ങളിൽ എഴുതുക. ഇങ്ങനെയുള്ള യന്ത്രങ്ങളെ വിഗ്രഹങ്ങൾക്ക് ചെയ്യുന്നത് പോലെ ജലാധിവാസം തുടങ്ങിയ ക്രിയകൾ ചെയ്ത് സംശുദ്ധമാക്കി ഏത് ദേവനെക്കുറിച്ചുള്ള ഏലസുകളാണോ ആ മൂർത്തിയെ ആവാഹിച്ച് പൂജ നടത്തിയ ശേഷമേ ധരിക്കാവൂ. അങ്ങനെയാണ് മിക്കവരും ചെയ്യുന്നത്. ഇത് പറയാൻ എന്താണ് കാരണം എന്ന് ഞാനിവിടെ വിവരിക്കുന്നു. നമ്മുടെ ക്ഷേത്രോത്സവം കൊല്ലം നടത്തുന്നത് ക്ഷേത്രം മതിൽ കെട്ടിൻ്റെ അകത്ത് അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോരുന്ന അശുദ്ധി കൊണ്ട് വിഗ്രഹ ചൈതന്യത്തിൽ ഹാനി സംഭവിച്ചേക്കാം. ആ വിഗ്രഹ ചൈതന്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ശുദ്ധീകർമ്മമാണ് ക്ഷേത്രോത്സവം. അപ്പോൾ ഓരോരോ ദേവന്മാരെ ആവാഹിച്ച തകിടുകൾ, ഏലസുകൾ, ഉറുക്കുകൾ ദീർഘകാലം ഒന്നും ചെയ്യാതെ കിട്ടുന്നത് ശരിയാണോ? ചിന്തിച്ചു നോക്കൂ. ചിലർക്ക് എത്ര പൂജകൾ ചെയ്തിട്ടും മന്ത്രങ്ങൾ ജപിച്ചിട്ടും കാര്യങ്ങൾ നേരായ വണ്ണം ശരിയാകുന്നില്ല. ഒടുവിൽ അവർ ധരിച്ച ഏലസുകൾ തന്നെ പുതുതായി അതേ പേരിലുള്ള ഏലസ് വീണ്ടും ധരിച്ചപ്പോൾ പെട്ടെന്ന് കാര്യം ശരിയായി. ചിലർക്ക് തകിട് പ്രത്യേക പൂജ ചെയ്ത് ശുദ്ധി കലശം ചെയ്തപ്പോൾ സ്തംഭനാവസ്ഥ മാറിയും കിട്ടിയതായി എൻ്റെ പ്രവൃത്തി പരിചയത്തിൽ ഞാൻ കണ്ടു. തകിടുകൾ കെട്ടിയവർ മടി കൂടാതെ ആ കാര്യം നേരിട്ട് കണ്ട് ജ്യോത്സ്യനോട് പറയണം.
എന്നിട്ട് പ്രശ്നം വെപ്പിക്കണം. അതിലൂടെയുള്ള നെഗറ്റീവ് എനർജി ചക്രങ്ങളെ സ്തംഭിപ്പിക്കും. ഇനിയെങ്കിലും വഞ്ചിതരാകാതെ ബഹുവിധ പണ്ഡിതന്മാരായ ആചാര്യന്മാർ ജനിച്ച ഭാരതത്തിൽ നിങ്ങൾ തീയിൽ ചെന്ന് ചാടി ജീവിതം നഷ്ടപ്പെടുത്തുന്ന ഈയാമ്പാറ്റകളെ പോലെ പരസ്യങ്ങളും അവകാശവാദങ്ങളും പ്രലോഭനങ്ങളും കൊണ്ട് ധനം സമ്പാദിച്ച് കുബേരനാകാൻ വെമ്പൽ കൊണ്ട് ഇതിൻ്റെ പിറകെ ഓടുന്നവരോട് ഇനിയെങ്കിലും ഇതിൻ്റെ ഭവിഷ്യത്തിനെ പറ്റി ചിന്തിക്കണം. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.